സന്നിധാനത്ത് ഈ ദിവസത്തിനായി ഇന്ന് വൈകിട്ടത്തെ ആ നിമിഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങൾ. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമല്ലേ? സുജയ, എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. ഏതാണ്ട് 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ മകരജ്യോതി ദർശനം നടത്താൻ വേണ്ടി സന്നിധാനത്തേക്ക് എത്തും എന്നാണ് കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഭക്തരൊക്കെ തന്നെ ഇവിടെ തന്നെ തുടരുകയാണ്. പർണശാലകൾ കെട്ടിയും മറ്റും ഇത്തരത്തിൽ മകരജ്യോതി ദർശിക്കാൻ വേണ്ടി അവർ ഇവിടെ തുടരുകയാണ്. മാത്രമല്ല, ഏതാണ്ട് 5000-ലധികം പോലീസുകാരെ മാത്രം ഈ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളുമായി നിയോഗിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ വലിയ ഒരുക്കങ്ങളാണ് സന്നിധാനത്തും മറ്റും നടത്തിയിട്ടുള്ളത്. വൈകിട്ട് 5:30യോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. ശരംകുത്തിയാൽ അവിടെ എത്തും. അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ വെച്ച് സ്വീകരിക്കും. അതിനുശേഷം ഏതാണ്ട് 6:30 ദീപാരാധന, അതിന് തൊട്ടു പിന്നാലെ മകരജ്യോതി ദർശനവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ വിവിധ കേന്ദ്രങ്ങൾ ഇതിനായി ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ, അതോടൊപ്പം തന്നെ പമ്പ, സന്നിധാനത്തെ വിവിധ ഇടങ്ങൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് പല കാനന പാതകളൊക്കെ തന്നെ ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ ഈ മകരജ്യോതി ദർശനം നടത്താൻ വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ വലിയ സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ കർശനമായ നിർദ്ദേശങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഉയരം കൂടിയ കെട്ടിടങ്ങൾ, മരങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് ഒക്കെ തന്നെ കയറിയിരുന്ന് ദർശനം നടത്താൻ ശ്രമിക്കരുത് എന്ന് പോലീസ് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ദർശനത്തിന് ശേഷം ആളുകൾ കൂട്ടത്തോടുകൂടി, തീർത്ഥാടകർ കൂട്ടത്തോടുകൂടി മലയിറങ്ങുന്നത് ഒഴിവാക്കണം. അത് വലിയ തിരക്കിന് വഴിവെക്കും എന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ജനത്തിരക്കാണ് ഇപ്പോഴും ഉള്ളത്. വലിയ ക്യൂ, നടപ്പന്തലിലൊക്കെ തന്നെ വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൂടുതലും ഇതര സംസ്ഥാനങ്ങളിൽ നടക്കം നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് ഈ മകരജ്യോതി ദർശനം നടത്താൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന തീർത്ഥാടകരൊക്കെ തന്നെ തിരിച്ചിറങ്ങിയിട്ടില്ല എന്നുള്ളതും വലിയ തിരക്കിലേക്ക് എത്തും എന്നത് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും ഇപ്പോഴും തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 6:30 തന്നെ മകരജ്യോതി ദർശനമുണ്ടാകും. എന്തായാലും ശരണം വിളികളാൽ മുഖരിതമാണ് ഇപ്പോൾ സന്നിധാനം. സുജയ, മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ എല്ലായിടങ്ങളിലും പൂർണ്ണമായിരിക്കുന്നു. നമുക്ക് പമ്പയിലേക്കൊന്ന് പോകാം. റിനു ശ്രീധർ നമുക്കൊപ്പം ഉണ്ട്. റിനു ശ്രീധർ, പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നതിനടക്കം അതുപോലെ തന്നെ മടക്കയാത്രയിൽ ആരും തിരക്ക് കൂട്ടരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ മുൻകൂട്ടി തന്നെ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം ഇപ്പോൾ എങ്ങനെയാണ്? പമ്പയിലെ നിലവിലെ സാഹചര്യങ്ങൾ, കാഴ്ചകൾ എങ്ങനെ റിനു? സുജയ, സന്നിധാനം പോലെ പമ്പയും ശരണമന്ത്രങ്ങളാൽ മുഖരിതം തന്നെയാണ്. തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ശബരിമല അയ്യപ്പനെ കാണുവാൻ വേണ്ടി ഭക്തജന ലക്ഷങ്ങൾ തന്നെയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ പോലീസ് 10 മണിക്ക് പമ്പയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ തടയും, അതായത് സന്നിധാനത്തേക്ക് കടത്തി മല കയറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷേ 12 മണി വരെ അനുവദിക്കും എന്നുള്ളതാണ്. രാവിലെ 7:30 മണി മുതൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള സർവീസുകൾ, അതായത് ഗതാഗത തടസ്സം ചെയ്യുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 12 മണിവരെ KSRTC സർവീസ് നടത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. 12 മണിക്ക് ശേഷം KSRTC സർവീസ് നടത്തുന്നത് താൽക്കാലികമായി നിർത്തിവെക്കും. അതിനുശേഷം 5:30 മണിയോടുകൂടി തിരുവാഭരണം ശരംകുത്തിയിലെത്തും. ഈ ശരംകുത്തിയിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പമ്പയിൽ നിന്ന് തുടർന്ന് അങ്ങോട്ടേക്ക് അയ്യപ്പന്മാരെ കടത്തി വിടുക. എന്തായാലും പമ്പയിൽ 3 ഇടങ്ങളിലാണ് ഈ മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അതായത് ഹിൽ ടോപ്പിന്റെ മധ്യഭാഗത്തും അതുപോലെ തന്നെ മറ്റ് ഒരിടത്തു കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ 3 കേന്ദ്രങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തിരക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പമ്പയിൽ നിന്ന് അയ്യപ്പ ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് പർണശാലകൾ കെട്ടി വിരിവെച്ച് ദർശനത്തിനായി കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ക്രമീകരണം. 5000-ലധികം പോലീസുകാരെ പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും വിവിധ പ്രദേശങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെ സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ വിവിധ വ്യൂ പോയിന്റുകളിൽ ഇതിനകം തന്നെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തു നിന്നുമുള്ള ദൃശ്യങ്ങൾ, ഒപ്പം ഭക്തരുടെ തിക്കും തിരക്കും ഒഴിവാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ അതെല്ലാം അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ കവറേജാണ് റിപ്പോർട്ടർ ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു റിനു ശ്രീധർ. നിലയ്ക്കലിൽ നിന്ന് ഒപ്പം തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിലൂടെയൊക്കെ തത്സമയ കവറേജ് നമ്മൾ തുടർന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കും.